ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇത് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ 3 വലിയ ഇന്ത്യൻ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് ചിയാൻ വിക്രം നായകനെ എത്തിയ തമിഴ് സിനിമ വീരാധീര സൂര്യന്റെ കളക്ഷനാണ്. സോളോ റിലീസായിട്ട് തീർന്നെങ്കിൽ ഇനിയും മികച്ച കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത് മുന്നേറേണ്ടിരുന്ന സിനിമയായിരുന്നു ഈ വീരാധീര സൂര്യൻ എന്ന് നിസ്സംശയം പറയാം. വിക്രം സിനിമ ആദ്യ ആഴ്ചയിലെ അവധി ദിവസങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും പൂർത്തീകരിക്കുമ്പോൾ 5 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 31 കോടിയാണ്. അതിൽ 24 കോടിയിൽ പരം ഗ്രോസ് കളക്ഷൻ തമിഴ്നാട്ടിൽ നിന്ന് സിനിമ നേടിയെടുത്തതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി മികച്ച കളക്ഷൻ നേടിയെടുക്കാനുള്ള യോഗ്യത സിനിമയ്ക്കുണ്ട്. പക്ഷെ അതിനൊത്ത കളക്ഷനിലേക്ക് ഇനിയും സിനിമയ്ക്ക് ഉയരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ. ഇത് റിലീസായിട്ട് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ വലിയ സിനിമയാണല്ലോ സൽമാൻ ഖാൻ നായകനെ എത്തിയ സിക്കന്ദർ. ഇപ്പോഴത്തെ സിനിമയുടെ 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷനും അതുപോലെ തന്നെ ട്രാക്കേഴ്സ് കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ്. AR മുരുകാദോസ് സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് അത്ര നല്ല അഭിപ്രായങ്ങളൊന്നും തന്നെയല്ല ലഭ്യമായത്. എങ്കിലും ഹിന്ദി സിനിമ എന്ന പേരിലെ കളക്ഷന്റെ കാര്യത്തിൽ മിന്നാനായിട്ട് ഈ സൽമാൻ ഖാൻ സിനിമയ്ക്കും സാധിച്ചിരിക്കുകയാണ്. സിനിമയുടെ 2 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ 105 കോടി 89 ലക്ഷമാണ്. എന്നാൽ ആ കളക്ഷൻ തള്ളാണ് എന്ന് ട്രാക്കേഴ്സ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നു. സിനിമയ്ക്ക് 2 ദിവസങ്ങൾ കൊണ്ട് ഇനിയും 100 കോടി കളക്ഷൻ പിന്നിടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. 95 കോടി 75 ലക്ഷം രൂപയാണ് 2 ദിവസത്തെ ഈ സൽമാൻ ഖാന്റെ ഹിന്ദി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ്. ഇന്ത്യയിലെ തന്നെ വലിയ താരങ്ങളിൽ ഒരാളുടെ സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസായിട്ട് എത്തിയിട്ടും നമ്മുടെ ലാലേട്ടന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ പതറാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വെറും 5 ദിവസങ്ങൾ കൊണ്ട് ഇത് റിലീസായിട്ട് എത്തിയ സിനിമ 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത ഇപ്പോഴത്തെ 225 കോടി കളക്ഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഇത് റിലീസായിട്ട് എത്തിയ പ്രധാനപ്പെട്ട 3 സിനിമകൾ ഈ പറഞ്ഞ 3 സിനിമകളാണെങ്കിലും ഈ പറഞ്ഞ സിനിമകളെ കൂടാതെ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും 1-2 സിനിമകളെല്ലാം തന്നെ ഹൈപ്പോട് എത്തിയിരുന്നു. എന്തായാലും ആ സിനിമകളെല്ലാം തന്നെ ഉണ്ടായിരുന്നിട്ടും എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ ഇത് വിന്നറായിട്ട് മാറുമ്പോൾ കാത്തിരിക്കൂ എമ്പുരാന്റെ അടുത്ത ദിവസങ്ങളിൽ ഇതുപോലുള്ള ആവേശകരമായ റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.